ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 12, 15, 18 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. ലസാഗു മീൻസ് LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിവിഷൻ മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 12, 15, 18 ആണ്. ഈ മൂന്നിലും ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, അതാണ് 3 ആണല്ലോ. കാരണം 3ന്റെ ടേബിൾ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ അതിൽ 12 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 2 കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 12ഉം 18ഉം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, 15 ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2ന്റെ ടേബിൾ 15 ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ 2 ചെയ്യണവർക്ക് 2 ചെയ്യാം. ഞാനിവിടെ 3 എടുത്തു, കാരണം മൂന്നിലും കോമൺ ആയിട്ട് വരാം, അല്ലെങ്കിൽ മൂന്ന് നമ്പറിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 3 ആയതുകൊണ്ട് ഞാൻ 3 എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ 3ൽ എത്ര ടൈംസ് ആണ് 12 എന്ന് നോക്കുക. 3ൽ എത്ര ടൈംസാണ് 12 വരുന്നത്? 4 ടൈംസ് അല്ലേ? അപ്പോൾ 12ന് താഴെ 4 എഴുതി. ഇനി 3ൽ 15 എത്ര ടൈംസാണ് വരുന്നത്? 3 × 5 അല്ലേ 15. അപ്പോൾ ടൈംസ് വേണമെങ്കിൽ നമ്മൾ താഴെ ആൻസർ ആയിട്ട് കൊടുക്കാനേ. അപ്പോൾ 5. ഇനി 3ൽ 18 എത്ര ടൈംസാണ്? 6 ടൈംസ് അല്ലേ? അപ്പോൾ 6. അപ്പോൾ 2, 5, 6. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 മാത്രമാണ് പ്രൈം ആണല്ലോ. അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 5 മാത്രമാണ്. 4ഉം 6ഉം ഭാജ്യസംഖ്യകളാണ് അല്ലേ, കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പം 4ഉം 6ഉം നമുക്ക് ഒന്നും കൂടി ചെയ്യണം. ഏതിൽ ചെയ്യാം? 4ഉം 6ഉം 2ൽ 2ഉം ഡിവിസിബിൾ അല്ലേ. അപ്പോൾ 2 കൊണ്ട് നമ്മൾ 4നെയും 6നെയും മാത്രം ചെയ്യാം, 5 അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ നോക്കുക, 2ൽ 4 എത്ര ടൈംസാ? 2 ടൈംസ്. 5 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 5 അതുപോലെ എഴുതി. ഇനി 2ൽ 6 എത്ര ടൈംസാ? 3 ടൈംസ്. ഇനി നിങ്ങൾ നോക്കിക്കേ, 2 എന്ന് പറഞ്ഞാലും 5 എന്ന് പറഞ്ഞാലും 3 എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് നമ്പറാ? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ, അഭാജ്യസംഖ്യയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? നമ്മുടെ LCM സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ LCM എടുക്കുമ്പോൾ നിങ്ങൾ L ഷേപ്പ് എടുക്കുക. L ഷേപ്പ് എന്ന് പറയുമ്പോൾ 3 എടുക്കണം, 2 എടുക്കണം, പിന്നെ 2, 5, 3. ഒരു L ഷേപ്പ് വന്നില്ലേ? ഇങ്ങനെ പോയി ഇങ്ങനെ L, അതാണ് L ഷേപ്പ് എന്ന് പറഞ്ഞ കേട്ടോ. താഴത്തതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. LCM ഓഫ് 12, 15, 18 ഈക്വൽ ടു ഏതൊക്കെയാണ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 × 2 × 2 × 5 × 3. പെയർ ചെയ്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇഷ്ട രീതിയിൽ നിങ്ങൾക്ക് പെയർ ചെയ്ത് ചെയ്യാം. ഇപ്പോൾ 3 × 2 ചെയ്യുമ്പോൾ 6 വരും, 2 × 5 ചെയ്യുമ്പോൾ 10 കിട്ടും, പിന്നെ ഒരു 3. 6 × 3 ചെയ്താൽ 18 ആണ്. അതിൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 0 ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ 180 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? ഇപ്പോൾ ഡിവിഷൻ മെത്തേഡ് കൂടുതലായിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ L ഷേപ്പ് ഓർക്കുക. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് കിട്ടുന്നത് അവിടെ വെച്ച് ആ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.